അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ബഹുമാന്യരായ ഹാജിമാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടാവും സംരക്ഷകനും പരിപാലകനുമായ റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ നിയമങ്ങളും നിർദ്ദേശങ്ങളും വിധികളും വിലക്കുകളും ജീവിതത്തിന്റെ എല്ലാ സമയങ്ങളിലും സുഖത്തിലും സന്തോഷത്തിലും സങ്കടത്തിലും പ്രയാസത്തിലും ലാഭത്തിലും നഷ്ടത്തിലും രോഗത്തിലും ആരോഗ്യത്തിലും ഏതൊക്കെ തലങ്ങളിലൂടെ നമ്മൾ കടന്നു പോകുന്നുണ്ടോ അപ്പോഴൊക്കെ അള്ളാഹുവിന്റെ നിയമങ്ങൾ മുറുകെ പിടിച്ചു ജീവിക്കണമെന്ന് സ്നേഹപൂർവം ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ ഒത്തുചേരൽ പരലോകത്ത് ഉപകരിക്കുന്ന ഒരു സൽക്കർമ്മമായി സ്വീകരിക്കുമാറാവട്ടെ. അള്ളാഹുവിന്റെ മലക്കുകളുടെ പ്രാർത്ഥന ലഭിക്കുന്ന ബർക്കത്തുള്ള ഒരു മജ്ലിസായി ഈ സദസ്സിനെ നാഥൻ സ്വീകരിക്കുമാറാവട്ടെ. വലിയ ഒരാഗ്രഹവും ഉദ്ദേശവുമായിട്ടാണ് നമ്മുടെ വീടുകളിൽ നിന്ന് നമ്മളൊക്കെ ഇവിടേക്ക് പുറപ്പെട്ടെത്തിയത്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ആഗ്രഹങ്ങളെ പൂർണ്ണമായും അള്ളാഹു പൂർത്തിയാക്കി തരുമാറാവട്ടെ. മഖ്ബൂലും മബ്റൂറുമായ സ്വർഗം മാത്രം പ്രതിഫലം ലഭിക്കുന്ന ഒരു ഹജ്ജ് നിർവഹിക്കുവാനുള്ള ഈമാനും തൗഫീഖും കഴിവും അള്ളാഹു നമുക്ക് എല്ലാവർക്കും പ്രദാനം ചെയ്യുമാറാവട്ടെ. ഏറെ പ്രിയപ്പെട്ട നമ്മുടെ കുടുംബത്തെയും മക്കളെയും ഒക്കെ തനിച്ചാക്കിയാണ് അള്ളാഹുവിന്റെ മാർഗത്തിൽ നമ്മൾ ഇറങ്ങിപ്പോകുന്നത്. സന്തോഷത്തോടെ അവരുടെ മുമ്പിലേക്ക് മടങ്ങി ചെല്ലാനുള്ള ആഫിയത്തും ആരോഗ്യവും അള്ളാഹു നമുക്ക് എല്ലാവർക്കും പ്രദാനം ചെയ്യുമാറാവട്ടെ. ഈ ഒക്കെ ഒരു ഭാഗത്ത് കുറച്ച് കഴിഞ്ഞിട്ട് ഗ്യാപ്പ് കൊടുക്കട്ടോ. നമ്മൾ ഈ ഇൽമിന്റെ മജ്ലിസ് പറഞ്ഞാൽ അതൊരു പ്രത്യേക സദസ്സാണ്. അതിന് നമ്മൾ ആ ഒരു ബഹുമാനത്തോടു കൂടിയും ആദരവോടും കൂടിയും തന്നെ കാണണം. സാധാരണ ഒരു പൊതുയോഗത്തിൽ നിന്ന് വ്യത്യസ്തമാണ് എന്നർത്ഥം. ഇവിടെ ക്ലാസ് നമ്മൾ നേരത്തെ തുടങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു. 1-2 ക്ലാസ്സുകൾ മുമ്പ് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അതുമായി ആ 3 ക്ലാസ്സുകൾ കഴിഞ്ഞിട്ടില്ലാത്തതുപോലെ അതിൽ നിന്നുള്ള ചില കാര്യങ്ങൾ തന്നെയാണ് ഇന്ന് ഞാൻ ഓർമ്മപ്പെടുത്താൻ, ഒരു പ്രസംഗം എന്നുള്ള നിലക്കല്ല, ഒരു ഓർമ്മപ്പെടുത്തൽ ഇൻഷാ അല്ലാഹ് അക്ബർ നമ്മുടെ മുമ്പിലുണ്ട്. പതുക്കെ തുടങ്ങിയിട്ട് പിന്നെ ക്ലാസ്സുകൾ അദ്ദേഹം ഏറ്റെടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഞാനിങ്ങനെ മെല്ലൊന്നുകൊണ്ട് തുടങ്ങി വെക്കണം. അപ്പൊ ഇൻഷാ അല്ലാഹ് നമ്മളൊക്കെ പിന്നെ ജീവിതത്തിൽ പേടിക്കുന്ന കുറേ സംഗതികളില്ലേ, നമുക്ക് പേടിയാണ്. അത്തരം കാര്യങ്ങളെ കുറിച്ച് ഓർമ്മിക്കുന്നത് നമുക്ക് പേടിയാണ്. ചില രോഗങ്ങൾ, ചില വേദനകൾ, ചില സാമ്പത്തികമായ തകർച്ചകൾ, ചില ശത്രുക്കൾ, ചില ഉപദ്രവങ്ങൾ, ചില ഒറ്റപ്പെടലുകൾ, ഇതൊക്കെ നമുക്ക് വലിയ പേടിയാണ് അല്ലേ? എത്ര വലിയ ബിസിനസ്സുകാരനാവട്ടെ, അയാൾക്ക് അയാളുടെ സാമ്പത്തിക തകർച്ചയെ പേടിയോടുകൂടി മാത്രമേ കാണുള്ളൂ. ഇപ്പൊ എന്റെ ഒരു സഹോദരൻ വിളിച്ചിട്ട് പറയാം, അയാൾക്ക് വലിയൊരു സാമ്പത്തികമായ അയാൾ തുടങ്ങിയ ബിസിനസ് മറ്റാരോ പിടിച്ചെടുത്ത് കൊണ്ടുപോയി, അയാൾ വലിയ മാനസിക വ്യഥയിലാണ്. എന്നോട് പറഞ്ഞു, പണം പോയത് എനിക്ക് പ്രശ്നമല്ല, പക്ഷെ എന്റെ മനസ്സിനെ എനിക്ക് നിയന്ത്രിക്കാൻ പറ്റുന്നില്ല, ഞാൻ എന്തൊക്കെയോ ആവും, എനിക്കൊരു പേടിയുണ്ട്. അങ്ങനെ പലതിനെ, ചില രോഗങ്ങളെ ഒന്നും വേണ്ട, നമ്മൾ ജസ്റ്റ് ഒന്ന് ബാത്റൂമിൽ പോകുമ്പോൾ ഒരു ലേശം ചോര കണ്ട് ആശുപത്രി കണ്ട് പരിശോധിച്ച് അങ്ങനെ ശ്രീജിത്തിലേക്ക് എത്തി, അല്ലെങ്കിൽ MVRക്ക് എത്തി, ഒരു പരിശോധനാ ഫലം വന്നു. പിറ്റേന്ന് നമുക്ക് മൊബൈലും വേണ്ടി വരില്ല, വാട്സാപ്പും വേണ്ടി വരില്ല, യൂട്യൂബും വേണ്ടി വരില്ല, ഒന്നും വേണ്ടി വരില്ല. എത്ര പെട്ടെന്ന് അറിയാം നമ്മളൊക്കെ മാറുക. അപ്പൊ നമ്മുടെ ജീവിതത്തെ തന്നെ ആകപ്പാടെ മാറ്റിമറിക്കുന്ന ഈ സംഗതിയാണ് ഈ പേടി എന്ന് പറയുന്ന സംഗതി. ഈ പേടി ജീവിതത്തിൽ ഉണ്ടായാല് പിന്നെ നമ്മുടെ ജീവിതം വേറൊരു തലത്തിലേക്ക് എത്തും. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ, നിങ്ങൾ ധാരാളമായി മരണത്തെ ഓർത്തുകൊണ്ടിരിക്കണം. അപ്പൊ ഞാനൊരു തമാശ പറഞ്ഞ്, നമ്മളെല്ലാവരും ഇങ്ങനെ ഭയങ്കരമായി ചിരിച്ചുകൊണ്ടിരിക്കെ ഒരാൾക്ക് ഇതിലെങ്ങനെ ഒരു വേദന ഇങ്ങനെ കയറിയുണ്ടല്ലോ, ആ ചിരിയാണ് ഇങ്ങനെ കൂടുന്നു. പിന്നെ അതുവരെ തമാശ പറഞ്ഞ് ചിരിച്ചാക്കും, ഒരു തമാശ കേൾക്കുന്ന ദേഷ്യക്കാരൻ, ചിരിക്കണവനെ കണ്ട ദേഷ്യക്കാരൻ. കാരണം ഒന്നുമില്ല, മൂപ്പർക്ക് ചെറിയൊരു പേടി, ഇങ്ങനെ എന്താ ഒരു വേദന, കാര്യത്തിലാവോ, ഗ്യാസ് അയക്കാറല്ലേ, അതൊരു പേടി. ആ പേടി കുടുങ്ങിയാൽ, അതുകൊണ്ടാണ് ജീവിതത്തിൽ നിങ്ങൾ മരണത്തെ കുറിച്ച് ഇടക്കിടക്ക് നിങ്ങളുടെ എല്ലാ പ്ലാനുകളും അജണ്ടകളും നിങ്ങളുടെ എല്ലാ തീരുമാനങ്ങളെയും തകർത്ത് കളയുന്ന മരണത്തെ നിങ്ങൾ ധാരാളമായി ഓർത്തുകൊണ്ടിരിക്കണം. അതിങ്ങനെ ഓർമ്മിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ചില ഗുണങ്ങളൊക്കെ ഇങ്ങനെ കിട്ടിക്കൊണ്ടേ.
അപ്പോ നമ്മൾ ഈ സംഗതികളൊക്കെ പേടിക്കാനുള്ള കാരണം എന്താ? എന്തുകൊണ്ടാണ് നമുക്ക് രോഗത്തെ പേടിക്കാനുള്ള കാരണം? എന്തുകൊണ്ടാണ് നമ്മൾ സാമ്പത്തിക തകർച്ചയെ പേടിക്കുന്നത്? എന്തുകൊണ്ടാണ് നമ്മൾ രാഷ്ട്രീയമായ ചില ഉപദ്രവങ്ങളെ നമ്മൾ എന്തുകൊണ്ടാണ് പേടിക്കുന്നത്? എല്ലാ ഈ പറയപ്പെട്ടതൊക്കെ നമുക്ക് വേദന തരുന്ന അനുഭവങ്ങളാണ്. എല്ലാം വേദനിപ്പിക്കും, ശാരീരികമായി വേദനിപ്പിക്കും, മാനസികമായി വേദനിപ്പിക്കും. ഇതൊക്കെ നമ്മളെ വേദനിപ്പിക്കുന്ന സംഗതികളാണ്. ഞാൻ ഈ പറഞ്ഞ വേദനകളൊക്കെ നമുക്ക് പേടിയാണ്. ആ വേദനകൾ ജീവിതത്തിലേക്ക് വരാതിരിക്കാൻ എത്ര ശ്രദ്ധയോടുകൂടിയാണ് നമ്മൾ നമ്മുടെ ജീവിതത്തെയും പ്രവർത്തനങ്ങളെയും ഇങ്ങനെ ചിട്ടപ്പെടുത്തി കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്, അല്ലേ? ഇപ്പൊ ഞാൻ ഈ പറഞ്ഞ വേദനകൾ, ദാരിദ്ര്യം, ശത്രുക്കള്, ഉപദ്രവം, രോഗം, ഈ പറയപ്പെട്ട ഏത് വേദനയാവട്ടെ, ഈ വേദനകൾക്കൊക്കെ പൊതുവായ ഒരു പ്രത്യേകത ഉണ്ട്. എന്താണ് പ്രത്യേകത? ഈ വേദനകളൊക്കെ മരണത്തോടുകൂടി തീരുന്ന വേദനകളാണ്. എത്ര വലിയ രോഗമാവട്ടെ, വേദന കൊണ്ട് ഇങ്ങനെ പെടഞ്ഞ് കയ്യും കാലൊക്കെ രണ്ട് കയ്യും രണ്ട് കാലും കട്ടിലിലേക്ക് പിടിച്ചു കെട്ടത്തക്ക വിധം വേദന കൊണ്ട് പെടയുന്ന ആളുകളെ കുറിച്ചൊക്കെ കേട്ടിട്ടുണ്ട്. എല്ലാ വേദനകൾക്കും ഒരു പ്രത്യേകത ഉണ്ട്. അത് ദാരിദ്ര്യമാവട്ടെ, രോഗമാവട്ടെ, എന്താവട്ടെ, ഈ വേദനകളൊക്കെ മരണത്തോടുകൂടി അവസാനിക്കുന്ന ഒരു വേദനയാണ്. നമ്മുടെ നാട്ടിലൊരാൾക്ക് ആക്സിഡന്റ് പറ്റി, അയാളെ കാലിലൂടെ ഒരു വണ്ടി കയറി ഇറങ്ങി, ആ ആക്സിഡന്റ് പറ്റിയിട്ട് കുറെ ബ്ലഡൊക്കെ പോയി. അയാളെ മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോയി. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ എത്താൻ എന്റെ നാട്ടിൽ നിന്ന് ഒരു 85-90 കിലോമീറ്റർ ഓടണം. അന്ന് ഈ മാവൂര് വാഴക്കാട് റോഡൊന്നുമില്ല. അങ്ങനെ ആ മുക്കത്ത് വന്നിട്ട് REC വഴിക്ക് അതിൽ തന്നെ നമ്മൾ പോകണം. അപ്പൊ ഇയാളിങ്ങനെ കൊണ്ടുപോകുന്ന സമയത്ത് ഇയാളിങ്ങനെ ഭയങ്കര ഇടങ്ങേറായിട്ട് ഇങ്ങനെ എന്താ പറയാ, കരഞ്ഞിങ്ങനെ എന്തൊക്കെയോ കുടുംബത്തെ കുറിച്ചും മക്കളെ കുറിച്ചൊക്കെ അങ്ങനെ പറഞ്ഞുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. കുറെ കരയുന്നുണ്ട്, എന്തൊക്കെയോ. പിന്നെ പതുക്കെ പതുക്കെ അയാളുടെ സംസാരം നമുക്ക് തിരിയാതെ. അപ്പൊ ഞങ്ങൾ ജീപ്പിലെ കൊണ്ടുപോണേ, ജീപ്പിന്റെ ബാക്ക് സീറ്റിൽ ഇങ്ങനെ രണ്ടാളെ മടിയിൽ ഇങ്ങനെ കിടത്തി ഇപ്പുറത്തിരുന്ന് അങ്ങനെ കൊണ്ടുപോണേ. അപ്പൊ ഈ ജീപ്പിന്റെ സീറ്റൊക്കെ തോത്തുന്ന ഒരു പഴയ തോർത്തുകൊണ്ടുണ്ട്. ആ തോർത്തുകൊണ്ട് ഞങ്ങളുടെ കയ്യിലുള്ളൂ. ആ തോർത്തുകൊണ്ട് അയാളുടെ കണ്ണൊക്കെ തോത്തി കൊടുത്തു. ആ തോർത്തുകൊണ്ട് നനഞ്ഞിട്ടുണ്ട്, അയാളുടെ കണ്ണീര് കൊണ്ട്. അങ്ങനെ കുറെ ചെന്നപ്പോ അയാളെ കണ്ണീരൊക്കെ അങ്ങനെ നിന്ന് അയാളങ്ങനെ ശാന്തമായി കണ്ണീരൊക്കെ നിന്ന്. അപ്പൊ ഞങ്ങൾക്ക് തോന്നി എന്തോ ഒരു ആശ്വാസം കിട്ടിയിട്ടുണ്ട്. അയാൾ ആ വണ്ടി നിർത്തിയിട്ട് മൂപ്പരുന്ന് ശരിക്ക് കിടത്തി ഇത്തിരി വെള്ളമൊക്കെ കൊടുക്കാൻ നോക്കുമ്പോൾ അയാൾ മരിച്ചിട്ടുണ്ട്. അപ്പൊ അയാളെ കണ്ണിൽ നിന്ന് ഒലിച്ചിറങ്ങുന്ന ആ വേദനയുടെ കണ്ണീർ മാനസികവും ശാരീരികവുമാവാം. ആ കണ്ണീര് അവസാനിച്ചത് എപ്പോഴറിയാം? അയാൾ മരിച്ചപ്പോഴാണ്. പിന്നെ അയാൾക്ക് വേദനല്ല, അയാൾക്ക് ഇടങ്ങേറ്, എത്ര വലിയ മുറിവുണ്ടാവട്ടെ, എത്ര വലിയ രോഗമാവട്ടെ, ആ മരണത്തോടു കൂടി അയാളുടെ ആ പ്രയാസം, ആ ഇടങ്ങേറ് തീർന്ന് സ്വസ്ഥമായി. പക്ഷേ നമ്മെ സംബന്ധിച്ചിടത്തോളം ഈ പറയപ്പെട്ട വേദനയേക്കാൾ ഭീകരമായ ഒരു വേദനയെ കുറിച്ച് നമ്മളൊക്കെ മനസ്സിലാക്കി. ആ വേദന അത് മരണത്തോടുകൂടി ആരംഭിക്കുന്ന വേദനയാണ്. എങ്ങനെ? ഞാൻ ഈ പറഞ്ഞ രോഗം, ദാരിദ്ര്യം, എന്താവട്ടെ, ആ വേദനകളൊക്കെ മരണത്തോടുകൂടി അവസാനിക്കുമ്പോ മരണത്തോടുകൂടി ആരംഭിക്കുന്ന ഒരു വേദന. ഏതായിരിക്കും ആ വേദന? ഈ ലോകത്ത് നാം ചെയ്ത, അള്ളാഹു ചെയ്യരുത് എന്ന് പറഞ്ഞ നാം ചെയ്ത ആ തെറ്റുകൾക്ക് അള്ളാഹു നൽകുന്ന ശിക്ഷ അത് മരണത്തോടുകൂടി അങ്ങോട്ട് ആരംഭിക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നല്ല സൽക്കർമ്മങ്ങൾ ചെയ്ത് മരിച്ചു പോകുന്ന ഒരു മനുഷ്യന്റെയും ഈ തെറ്റുകൾ ചെയ്ത് മരിച്ചു പോകുന്ന ഒരു മനുഷ്യന്റെയും രണ്ട് അവസ്ഥകളെ കുറിച്ച് പറഞ്ഞത്. ഒന്നെന്താ, നിങ്ങൾ നല്ല മനുഷ്യന്റെ ആത്മാവിനെ പിടിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്ന ഒരു സിമ്പിൾ ഉദാഹരണം റസൂൽ പറഞ്ഞു. ഒരു മാവ് ഇങ്ങനെ കലക്കി വെച്ചു, രാവിലെ ദോശ ഇടാൻ വേണ്ടി മാവ് കലക്കി വെച്ചു അടുക്കളയിൽ. രാവിലെ ചെന്ന് ആ മാവ് അടച്ചു വെച്ച പാത്രത്തിന്റെ അടപ്പെടുക്കുമ്പോൾ ഒരു ചെറിയ മുടി ഇങ്ങനെ അതിന്റെ മേലേക്ക് ഇങ്ങനെ പൊങ്ങി നിൽക്കുന്നത്, തലമുടി, അല്ലെ? നമ്മൾ ആ മുടി ആ മാവിൽ നിന്ന് പുറത്തെടുക്കാൻ തട്ടിയും കൈക്കൊണ്ടും JCB ഒന്നും വേണ്ടല്ലോ. മെല്ലെ ഇങ്ങോട്ട് ആ മുടി പതുക്കെ ഇങ്ങോട്ട് പുറത്തേക്ക് എടുത്താൽ ആ മാവ് അറിയാതെ, ആ പാത്രം അറിയാതെ ആ മുടി ഇങ്ങനെ ഇങ്ങോട്ട് പോരും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ഒരു നല്ല മനുഷ്യന്റെ ആത്മാവിനെ ആ രൂപത്തിൽ അള്ളാഹു പിടിച്ചെടുക്കും, മലക്കകൾ. ഒരു തെറ്റുകൾ ചെയ്ത് ജീവിച്ച ഒരു മനുഷ്യന്റെ ആത്മാവിനെ എങ്ങനെ പിടിക്കുന്ന പറഞ്ഞേ? മുള്ളുവേലിയിൽ ഒരു കമ്പിളിപ്പതപ്പ് ഉണക്കാനിട്ടാലേ നമ്മളൊരൊറ്റ വലിക്കുക, കമ്പിളിപ്പതപ്പിന് എടുത്താൽ എന്താവുക? കുറെ കയ്യിലും കുറെ വേലിയിലും കുറെ ഓട്ടയിട്ട് നിലത്തുണ്ടാവില്ല. അതുപോലെ ആയിരിക്കുന്നു. അതായത് ഒരു മനുഷ്യന്റെ മരണത്തോടുകൂടി അവന്റെ ജീവിതം തീരാത്ത വേദനയിലേക്ക് അങ്ങോട്ട് ഇറങ്ങണം. ആ വേദനയ്ക്ക് ഒരു പ്രത്യേകത ഉണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ ദുന്യാവിലെ വേദനകളൊക്കെ സാരല്ല എന്ന് പറയാൻ ആളുണ്ട്, അത് മാറുന്നു പറയാൻ ആളുണ്ട്, അതിന് മരുന്നുണ്ട്, അതിന് ചികിത്സ ഉണ്ട്, ആശ്വസിപ്പിക്കാൻ ആളുണ്ട്, എല്ലാം ഉണ്ട്. പക്ഷേ ഈ പറയപ്പെട്ട വേദന ഉണ്ടല്ലോ, മരണത്തോടുകൂടി ആരംഭിക്കുന്ന ഈ വേദനയിൽ സാരല്ല എന്ന് പറയാനോ, മാറുന്നു പറയാനോ, നമുക്ക് ആശുപത്രിയിൽ പോകാന്ന് പറയാനോ, ഡോക്ടറെ കാണാന്ന് പറയാനോ, ഒന്ന് തടവി തരാനോ, ഒന്ന് ആശ്വസിപ്പിക്കാനോ ആരുമില്ല.
ആ വേദന ഒറ്റക്ക് അനുഭവിക്കേണ്ട വേദനയാണ്. ഒരാളും സഹായിക്കൂല, ഒരാളും നമ്മുടെ കൂടെ സാരല്ല എന്ന് പറയാൻ കൂടെ ഇല്ലാത്ത, അവസാനിക്കാത്ത, അറ്റമില്ലാത്തൊരു വേദന. അതുകൊണ്ട് തന്നെ നമ്മുടെ ജീവിതത്തിൽ ഞാനും നിങ്ങളും ഏറ്റവും കൂടുതൽ പേടിക്കേണ്ടത് ഈ വേദനയാണ്. ഇതൊരു വല്ലാത്ത വേദന. ബാക്കിയുള്ളൊക്കെ സാരല്ല, എന്ത് സംഭവിച്ചാലും ആ വേദനക്കൊരു അറുതിയുണ്ട്. പക്ഷേ അറ്റമില്ലാത്ത, ആശ്വസിപ്പിക്കാൻ ആളില്ലാത്ത ഈ കഠിനമായ വേദനയുടെ പുറമ്പോക്കിലേക്ക് വലിച്ചെറിയപ്പെടുന്ന ആ അവസ്ഥയിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ശ്രമിക്കുക എന്നതാണ് ഒരു മനുഷ്യന്റെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി. ഏറ്റവും പ്രധാനം അല്ലേ? വല്ലദീന ഇന്ന ഫീ ഖൽഖിസ് സമാവാതി വൽ അർദ് വഖ്തിലാഫിൽ ലൈലി വൻ നഹാർ ലആയാതിൻ ലിഉലിൽ അൽബാബ് അല്ലദീന യദ്കുറൂനല്ലാഹ ഖിയാമൻ വഖുഊദൻ വഅലാ ജുനൂബിഹിം വയതഫക്കറൂന ഫീ ഖൽഖിസ് സമാവാതി വൽ അർദ്. അല്ലാഹ് ഇങ്ങനെ പറയണേ, ഈ പ്രപഞ്ചത്തിന്റെ വിവിധങ്ങളായ അത്ഭുതങ്ങളെ കുറിച്ച് നിങ്ങൾ ചിന്തിച്ചു നോക്കൂ. അങ്ങനെ ചിന്തിക്കുമ്പോൾ ഒരുപാട് പാഠങ്ങൾ നിങ്ങൾക്ക് കിട്ടും. ആ പാഠത്തിന്റെ അവസാനത്തിൽ അള്ളാഹുവിലേക്ക് കീഴൊതുങ്ങി അവസാനം അവൻ പറയുന്ന ഒരു വാക്കുണ്ട്. എന്താ വാക്ക്? വഖിനാ അദാബന്നാർ. പടച്ചോനെ നരകത്തിന്റെ അദാബിൽ നിന്ന് നിന്നെ കാക്കണം കേട്ടോ. അതല്ലാതെ ബാക്കിയുള്ളതൊക്കെ അതിലെത്രയോ ചെറുതാണ്, ബാക്കിയുള്ളതൊക്കെ അതിലെത്രയോ താഴെയാണ്. ഒരാശ്വാസവും കിട്ടാത്തല്ല. ഇപ്പൊ സാധാരണഗതിയിൽ ഒരു രോഗമൊക്കെ ബാധിച്ചാൽ മാറാത്ത രോഗമാണെങ്കിൽ പോലും ഒരു ദിവസം ഡോക്ടർ വന്നിട്ട് പറയാ, ഇന്നത്തെ റിസൾട്ടിൽ നല്ല പുരോഗതി ഉണ്ടല്ലോ, വളരെ വലിയ മാറ്റം ഉണ്ടല്ലോ, നമുക്ക് വലിയ പുരോഗതി കാണുന്നുണ്ട്, ഉഷാറാവുന്നുണ്ടല്ലോ, അപ്രതീക്ഷിതമാണല്ലോ എന്നൊക്കെ നമ്മളെ സമാധാനിപ്പിക്കാൻ വേണ്ടി ഡോക്ടർ പറഞ്ഞാല് ആ വർത്താനം മതി. നമ്മളെ നെണീറ്റിട്ടും ഒരു ഗ്ലാസ് വെള്ളം കുടിക്കാൻ തോന്നും, പ്രിയപ്പെട്ടവരെയൊക്കെ ഒന്ന് കാണാൻ തോന്നും. കാരണം തിരിച്ചു വരുന്നുണ്ടല്ലോ എന്ന ഒരു ചെറിയ ആശ്വാസത്തിന്റെ വാക്ക് വെറുതെ കിട്ടിയതാ. പക്ഷെ ആശ്വാസം നമുക്ക് നൽകുന്ന ആശ്വാസം കുറച്ചൊന്നല്ല. നരകത്തിന്റെ ഭീകരമായ വേദനയിൽ കിടക്കുമ്പോ ഈ നരകവാസികളായ ആളുകള് തീരെ സഹിക്കാൻ കഴിയാത്ത അവസ്ഥയിൽ അവർ മലക്കുകളെ കണ്ട് പറയുന്നുണ്ട്, സങ്കടം പറയുന്നുണ്ട്, ഒന്ന് ലേശം ഒന്നൊരു ആശ്വാസം തരുമോ? അപ്പൊ കിട്ടുന്ന മറുപടി എന്താ പറയുക? ലാ യസീദന്നകും ഇല്ലാ അദാബാ. ഒരു പ്രതീക്ഷയും വേണ്ട, ഒരു ഇത്തിരി കൂടി ഇങ്ങനെ കൂട്ടി തരല്ലാതെ ഒരു നേരിയ മുടിനാരിടയുടെ കുറവ് പോലും പ്രതീക്ഷിക്കേണ്ടെന്നാ പറയാം. അതാണ്. അപ്പൊ എന്റെ എല്ലാ പ്രിയപ്പെട്ടവരും, നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ആഗ്രഹവും ഏറ്റവും വലിയ ശ്രമവും ഏറ്റവും വലിയ പ്രയത്നവും എന്തിനാണെന്ന് ചോദിച്ചാൽ, എന്റെ ബിസിനസ് നന്നാക്കാൻ, എന്റെ സ്വപ്നത്തിലെ വീടൊന്നുണ്ടാവാൻ, എന്റെ മക്കളെ ഒന്ന് നന്നായിട്ട് വളർത്താൻ, ഇതൊന്നും അല്ല നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ സ്വപ്നം. ആ വേദനയിലേക്ക് നമ്മൾ പോകാതിരിക്കണം എന്നത് തന്നെയാണ്. അത് സഹിക്കാനോ അത് താങ്ങാനോ ഒരാൾക്കും ആയിഷ റളിയല്ലാഹു അൻഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വീട്ടിലേക്ക് ചെല്ലുമ്പോൾ ആയിഷ ബീവി കരയാണ്. വെറും കരച്ചിലല്ല, കരഞ്ഞ് കണ്ണൊക്കെ ചുവന്ന് മുഖമൊക്കെ വല്ലാത്ത രൂപത്തിലായിട്ടുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കുന്നുണ്ട്, ആയിഷ എന്തിനങ്ങനെ കരഞ്ഞത്? അപ്പൊ ആയിഷ റളിയല്ലാഹു അൻഹ പറയാം, അല്ലാഹുവിന്റെ റസൂലേ, ഞാനിങ്ങനെ ആലോചിച്ച് നോക്കി, എനിക്ക് ബാപ്പുണ്ട്, ആങ്ങളാരുണ്ട്, എനിക്ക് ഭർത്താവുണ്ട്, എനിക്ക് എല്ലാവരും ഉണ്ട്. ഒരു ചെറിയ പ്രയാസം എനിക്കുണ്ടായാൽ എന്നെ സഹായിക്കാൻ എല്ലാവരും ഉണ്ട്. റസൂലേ, എന്റെ ഈ ശ്വാസം അവസാനിച്ചാൽ, ഈ ശ്വസിക്കുന്ന ശ്വാസം അവസാനിച്ചാൽ പിന്നെ ഞാൻ ഒറ്റക്കല്ലേ, എന്റെ കൂടെ ആരുമില്ലല്ലോ, സാരല്ല എന്ന് പറയാൻ, ആയിഷ ഞാൻ ഇവിടെ ഉണ്ട് എന്ന് പറയാൻ എന്റെ കൂടെ ആരുമില്ലല്ലോ, പിന്നെ ഞാൻ അനുഭവിക്കേണ്ടതൊക്കെ ഒറ്റക്കല്ലേ റസൂലേ, ആരെങ്കിലും എന്നെ സഹായിക്കാണ്ടാവോ? അത് ഓർത്തിട്ടാ ഞാൻ കരഞ്ഞ്. റസൂൽ ഒന്നും പറഞ്ഞില്ല. ആയിഷ ബീബി പിന്നെയും പറയാം, റസൂലേ, അങ്ങൊക്കെ അള്ളാഹുവിന്റെ അടുക്കൽ ഏറ്റവും ഉയർന്ന സ്ഥാനത്താവുമല്ലോ, ആ ഉയർന്ന സ്ഥാനത്തിരിക്കുമ്പോ ഈ പാവപ്പെട്ട ഇന്നൊക്കെ അങ്ങ് ഓർക്കോ റസൂലേ? ഇങ്ങനെ ഒരു ആയിഷ ഉണ്ടായിരുന്നു, ആ ആയിഷന്റെ അവസ്ഥ എങ്ങനെയാണെന്ന് ഇന്ന് റസൂൽ നിങ്ങളൊന്ന് ഓർക്കുവോ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാം, ആയിഷ ജിന്റെ കരളല്ലേ, എന്റെ കണ്ണല്ലേ, അന്നെ ഞാൻ മറക്കുവോ, ഇജ് ധൈര്യമായിട്ടിരുന്നോ എന്ന് പറയാം. പക്ഷെ അതല്ലല്ലോ റസൂൽ പറഞ്ഞേ. റസൂൽ പറഞ്ഞു, ആയിഷ 3 സമയങ്ങളുണ്ട്, ആ 3 സമയങ്ങൾ തീരാതെ ഒരു മനുഷ്യനും മറ്റൊരു മനുഷ്യനെ ഓർക്കാൻ കഴിയില്ല തോന്നൂല. ഒന്നാമത്തെ സമയപ്പെടാരങ്ങള് നമ്മളൊക്കെ പരലോകത്ത് ഇങ്ങനെ ഒരുമിച്ച് കൂടിയിട്ടേ ഈ ലോകത്ത് നമ്മൾ ജീവിച്ച ജീവിതത്തിന്റെ റിസൾട്ട് പറയുന്ന, കോടതിയിൽ തെളിവായി ഹാജരാക്കുന്ന ഒരു പുസ്തകം കിട്ടാണ്ട്, നമ്മുടെ ജീവിതം എഴുതിയ പുസ്തകം, നമ്മുടെ ജീവിതത്തിന്റെ ഏറ്റവും നല്ല ജീവചരിത്രമാണ്. അതിൽ വിട്ടുകളഞ്ഞിട്ടില്ല, ഇല്ലാത്തത് പൊടിപ്പും തൊങ്ങലും വെച്ച് എഴുതിയിട്ടില്ല. അത് വേറെ ഒരാളെ രസിപ്പിക്കാനല്ല, എല്ലാം രേഖപ്പെടുത്തിയ പുസ്തകം. ആ പുസ്തകം നമ്മുടെ കയ്യിൽ കിട്ടുമ്പോൾ പ്രത്യേകത ഉണ്ട്. എല്ലാവരും ആ പുസ്തകം കാത്തിങ്ങനെ കോടികൾ നിൽക്കുമ്പോഴേ അവിടെ ഒരു പ്രത്യേകത ഉണ്ട്. മുൻഭാഗത്ത് നിന്ന് പേര് വിളിക്കുകയും വലതു കൈയിലേക്ക് ആ പുസ്തകം ലഭിക്കുകയും ചെയ്താൽ അവൻ പ്രതീക്ഷയിലാണ്.
എന്നാൽ ആ പേര് വിളിക്കുന്നത് പിന്നിൽ നിന്നാവുകയോ ആ പുസ്തകം പിന്നിലൂടെ ഇടതു കൈയിലേക്ക് ഏൽപ്പിക്കപ്പെടുകയോ ചെയ്താൽ അവന്റെ കാര്യം തീർന്നു. അപ്പൊ ആ കൂട്ടത്തിൽ നമ്മളിങ്ങനെ മനസ്സുകൊണ്ട് ആഗ്രഹിക്കുക, പടച്ചോനെ എന്റെ പേര് ഇവിടുന്ന് വിളിക്കണേ, അത് ഇവിടെ വിളിക്കോ. ആ നിർത്തണ്ടല്ലോ ഐഷ. ഒരാളും വേറെ ഒരാളെ കുറിച്ചും ആലോചിക്കൂല ഐഷ. അതൊരു രംഗ. രണ്ടാമത്തെ കാര്യങ്ങള് നമ്മളിങ്ങനെ ചെയ്തു കൂട്ടിയ കർമ്മങ്ങളുണ്ട്. അതില് അള്ള സ്വീകരിച്ചത് ഏത്, സ്വീകരിക്കാത്തത് ആർക്കറിയാം? നിനക്കറിയോ? ഇന്നലെ നിസ്കരിച്ച സുബൈ പടത്തോം സ്വീകരിച്ചോ ഇല്ലേന്ന് ആർക്കേലും അറിയോ? ഇന്നലത്തെ നിസ്കാരം സ്വീകരിച്ചോ ഇല്ലേന്ന് ആർക്കേലും അറിയോ? അറിയില്ലല്ലോ. ഇങ്ങനെ കർമ്മങ്ങളുണ്ട്. അതില് സ്വീകരിക്കപ്പെട്ടതും സ്വീകരിക്കപ്പെടാത്തതും നന്മയുടെയും തിന്മയുടെയും തുലാസിലേക്ക് പടച്ചോൻ ഇങ്ങനെ എടുത്തു വെക്കുന്ന ഒരു സന്ദർഭമുണ്ട് നമ്മളെ മുമ്പിൽ നിർത്തിയിട്ട്. എന്റെ അമലുകൾ എത്ര സ്വീകരിച്ചു കാണും, എത്ര തിരസ്കരിക്കപ്പെട്ടിരിക്കും, അതറിയാതെ നിൽക്കുന്ന, രക്തം മരവിച്ചു പോകുന്ന ഒരു സമയമാണ് ആയിഷ. ഒരാള് ഓർക്കൂലട്ടോ, ആരും ഓർക്കൂല. മൂന്നാമതെന്താ നിങ്ങള്? സിറാത്താണ്. ചില ആളുകൾ കാലെടുത്തു വെക്കുമ്പോൾ വീഴുക, ചില ആൾക്കാർ മധ്യത്തിലെത്തും, ചില ആൾക്കാർ അപ്പുറത്തെത്തും, ചില ആളുകൾ മറുകര പറ്റും. അടുത്ത കാല് വെക്കേണ്ടത് ആ പാലത്തിലേക്ക് ഞാനാണ് എന്നറിയുമ്പോൾ ഈ വൈക്കോന്ന് അപ്പുറത്തെ ആളെ ഉന്തല്ല, അടുത്ത കാല് എന്റേതാണ് കാല് വെക്കേണ്ടത്. ഞാൻ ഇവിടെ വീഴുമോ, ഞാൻ അപ്പുറത്തെത്തുവോ, നടുവിലെത്തുവോ അറിയാത്തൊരു സാഹചര്യം ആയിഷ. ഈ മൂന്ന് സമയങ്ങൾ കഴിയാതെ ഒരു മനുഷ്യനും എനിക്ക് പോലും ആയിഷ ഓർക്കാൻ കഴിയില്ല അല്ലെ. ഭീകരമായ ഒരു നാളെ കുറിച്ചാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇവിടെ പഠിപ്പിച്ചത്. അതുകൊണ്ട് എനിക്ക് നിങ്ങളോടൊക്കെ, ഞാൻ ഒരുപാട് ദീർഘമായി സംസാരിക്കുന്നില്ല, എനിക്ക് എല്ലാവരോടും പറയാനുള്ളത്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഒരാൾ ചോദിച്ചു, മനിൽ അഖിയസ് യാ റസൂലല്ലാഹ്. മനിൽ അഖിയസ്, എന്താ അഖിയസ് എന്ന? ഖയ്യിസ് എന്ന് പറഞ്ഞ വാക്കിന്റെ അർത്ഥം ബുദ്ധിമാൻ, സമർത്ഥൻ. അതിന്റെ സൂപ്പർലേറ്റീവ് ഡിഗ്രിയാണ് അഖിയസ്, ഏറ്റവും വലിയ സമർത്ഥൻ, ഏറ്റവും വലിയ ബുദ്ധിമാൻ. മനിൽ അഖിയസ് യാ റസൂലല്ലാഹ്. അല്ലാഹുവിന്റെ റസൂലേ, ഈ ഭൂമിയിൽ ജീവിക്കുന്ന മനുഷ്യരുടെ കൂട്ടത്തിൽ ഏറ്റവും ബുദ്ധിമാനായ മനുഷ്യൻ ആരാണ്? നിങ്ങളെ കാഴ്ചപ്പാടിൽ? വാട്സാപ്പോ ഫേസ്ബുക്കോ നമ്മളങ്ങനെ ഐസക് ന്യൂട്ടൺ മുതൽ അങ്ങനെ മേലേക്ക് ഒരുപാട് പേര് പറയണം. നമ്മളെ കുറിച്ചൊക്കെ തന്നെ നമ്മുടെ കാഴ്ചപ്പാട് എന്താ? നമ്മൾ മോശക്കാരല്ല, കുഴപ്പമില്ല, നമ്മൾ ഉഷാറാണ്, നമ്മളെ ബുദ്ധി എന്താ, നമ്മളോരോ തീരുമാനങ്ങളിലെ നമുക്ക് നമ്മളെ കുറിച്ച് തന്നെ മതിപ്പാണ്. പക്ഷേ ആരാണ് ഏറ്റവും നല്ല ബുദ്ധിമാൻ എന്ന ചോദ്യത്തിന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മറുപടി, പ്രവാചകന്റെ മതപരമായ മറുപടിക്ക് ഒരു പ്രത്യേകത ഉണ്ട്. എന്താ നിങ്ങൾ? മതപരമായിട്ട് ഏത് കാര്യം പ്രവാചകനോട് ചോദിച്ചാലും അതിന്റെ ഉത്തരം പറയുന്നത് അത് പ്രവാചകന്റെ നാവിലൂടെയാണെങ്കിലും ആ ഉത്തരം മേലെന്ന് വന്നതാണ്. അത് വഹ്യേക്കാരം. അപ്പൊ ഏറ്റവും നല്ല ബുദ്ധിമാൻ ആരാണ് എന്ന ചോദ്യത്തിന് റസൂലുള്ളാഹിന്റെ മറുപടി എന്താ? ധാരാളമായി മരണത്തെക്കുറിച്ച് ഓർമ്മിക്കുകയും മരണത്തിനു ശേഷമുള്ള ജീവിതത്തിനു വേണ്ടി ഒരുങ്ങി നിൽക്കുകയും ചെയ്തവനാരോ അവനാണ് ബുദ്ധിമാൻ. അതിനല്ലേ അപ്പൊ നിങ്ങളൊക്കെ നാട്ടിൽ നിന്ന് വരുമ്പോ, വീട്ടിൽ നിന്ന് വരുമ്പോ അവനവന്റെ പെട്ടി അവനൊക്കെ ഭദ്രമാക്കി വെക്കല്ലേ? എന്താ കാരണം? എന്തിനാ അതൊക്കെ കൊണ്ടോണേ? എനക്കത് പറഞ്ഞാൽ മതി, അവിടെ ചെന്നാലേ ഞാൻ ഒറ്റക്ക, എന്നെ സഹായിക്കാൻ ആളില്ല, എവിടെ താമസം എന്നറിയില്ല, എവിടെ പാർക്ക് എന്നറിയില്ല, ഭക്ഷണം എവിടെ അറിയില്ല, അതുകൊണ്ട് എല്ലാ സാധനം ഒരുക്കി വെക്കട്ടെ. അവനാണ് ബുദ്ധിമാൻ. നമുക്ക് പരിചയമില്ലാത്ത, ആരുമില്ലാത്ത, ഒരു പരിചയമില്ലാത്ത ഒരു നാട്ടിലേക്ക് പോകേണ്ടി വന്നാലേ നമ്മൾ എന്താ ആദ്യം ചെയ്യാം? ആ നാട് ഏത് വൻകരയിലാണ്, അവിടുത്തെ ഭാഷ ഏതാണ്, അവരുടെ ക്യാപിറ്റൽ എങ്ങനെയാണ്, അവരുടെ ഭരണ സംവിധാനം എങ്ങനെയാണ്, അവിടുത്തെ നാണയങ്ങൾ എങ്ങനെയാണ്, അവിടുത്തെ ജീവിക്കാനുള്ള സുഖം, അങ്ങനെ വില കൂടിയ നാടാണോ, വില കുറഞ്ഞ നാടാണോ, സാധാരണക്കാരന് ജീവിക്കാൻ പറ്റുമോ, അവിടുത്തെ ഭക്ഷണം എന്താണ്, ഇതൊക്കെ അന്വേഷിച്ചിട്ടല്ലേ നമ്മൾ ആ നാട്ടിലേക്ക് പോകുള്ളൂ. ഇതൊന്നും അന്വേഷിക്കാതെ ഒരാൾ 500 രൂപ കീശിലിട്ട് ആ നാട്ടിലേക്ക് വണ്ടി കയറി നമ്മൾ എന്താ പറയാ? പൊട്ടൻ. ഇങ്ങോട്ട് വരുമ്പോൾ എനിക്കറിയില്ല, ഇവിടെ ആരുമില്ല, ഒന്ന് ചോദിച്ചറിഞ്ഞ് വന്നൂടെ, ഒന്ന് ഒരുങ്ങി വന്നൂടെ നമ്മൾ ചോദിക്കൂലേ? അതേ ഉത്തര റസൂൽ പറഞ്ഞേ, അതേ ഉത്തര അള്ള പറഞ്ഞേ. ഈ ലോകത്ത് ജീവിക്കുന്ന മനുഷ്യരിൽ ഏറ്റവും സമർത്ഥനായ മനുഷ്യൻ, ഏറ്റവും ബുദ്ധിമാനായ മനുഷ്യൻ തന്റെ ജീവിതത്തിന്റെ അടുത്ത ഘട്ടം താൻ ഒറ്റക്കാവുന്ന ഘട്ടത്തിലേക്ക് ഒരുങ്ങി നിൽക്കുന്നവനാണ്. ഇനി അടുത്ത വാക്ക് കേൾക്കണം നിങ്ങൾക്ക്. ഏറ്റവും ആജിസ്. എന്താ ആജിസ് പറഞ്ഞാല്? ഈ ലോകത്ത് ജീവിക്കുന്ന ഏറ്റവും ദുർബലനായ മനുഷ്യൻ. ആരാ ഈ ലോകത്ത് ജീവിക്കുന്ന ഏറ്റവും ദുർബലനായ മനുഷ്യൻ? ഒരു കഴിവില്ലാതെ അഴഞ്ഞു പോകുന്ന ആളെന്നല്ല, അയാളെക്കാൾ ദുർബലനാണ് നിങ്ങള്. സ്വന്തത്തെ നിയന്ത്രിക്കാൻ പറ്റാത്ത ഒരാൾ. ഞാനിപ്പോ അടുത്ത ദിവസം ഒരു യാത്രയിലാണ്, നമുക്കത് അതിന്റെ ലൊക്കേഷൻ കിട്ടുന്നില്ല, ഒരു സദസ്സിലാണ്, ഒരു ട്രെയിൻ യാത്രയില്ല, ഞാൻ ട്രെയിൻ യാത്രയാണ്. അപ്പൊ കാസർഗോഡേക്കാണ് യാത്ര. ഈ ട്രെയിൻ യാത്ര ചെയ്യുമ്പോണ്ടേ ഒരു കുട്ടി, ഒരു 8, 10, 12 വയസ്സുള്ള ഒരു കുട്ടി,
ആ കുട്ടി ഇങ്ങനെ പിന്നെ എന്താ പറയാ, ഓനിങ്ങനെ മൊബൈലിൽ തന്നെ ഇങ്ങനെ ഒരു കണ്ടാൽ തന്നെ എന്തോ ചെറിയ പ്രശ്നം ഉണ്ടാ കുട്ടി. അപ്പൊ കുറച്ച് കഴിഞ്ഞപ്പോൾ അവന്റെ അമ്മ അവന്റെ കയ്യിൽ നിന്ന് ആ മൊബൈൽ വാങ്ങിച്ചപ്പോ അപ്പൊ എന്നിട്ട് ആ കുട്ടിയെ പിടിച്ചിട്ട് കയ്യിൽ ഇങ്ങനെ ഒരു പ്ലാസ്റ്റിക്കിന്റെ വിരലും ഇങ്ങനെ ഒരു പ്ലാസ്റ്റിക്കിന്റെ കവർ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇവന്റെ പ്രശ്നം കാര്യങ്ങള് ഇവ എന്റെ കൈകൊണ്ട് ഇങ്ങനെ അടിക്കുക തലക്ക്, ഇങ്ങനെ അടിക്കുക. അത് ഓൻ അറിയുന്നില്ല, അത് ഓന്റെ ഒരു അവസ്ഥ. ഒരു കൈ കൊണ്ട് അടിക്കുക, മറ്റേ കൈ കൊണ്ട് അടിക്കുക. അപ്പൊ അങ്ങനെ അടിക്കുമ്പോ ആ കുട്ടീന്റെ കയ്യിനും തലക്കും വേദനയാവാതിരിക്കാൻ ഒരു സോഫ്റ്റായ എന്തോ ഒരു കയ്യുറ അവന്റെ കയ്യിൽ ആ കുട്ടി പിന്നെ ഇങ്ങനെ അടിക്കണം. അത് പിടിച്ചോക്കാൻ എത്ര, അതങ്ങനെ ഒരു മിനിറ്റിൽ പലവട്ടം ആവർത്തിക്കല്ലേ, അത് തടയാൻ അവനെ കൊണ്ട് കഴിയില്ലല്ലോ. അതുകൊണ്ട് അവൻ അങ്ങനെ അടിച്ചുകൊണ്ടിരിക്കുക. ഓക്കെ, നിങ്ങള് അവന് വേദനിക്കുന്നുണ്ട്, പക്ഷെ വേദനിക്കുമ്പോഴും താൻ തന്നെയാണ് തന്നെ വേദനിപ്പിക്കുന്നത് എന്നറിയാതെ അത് വീണ്ടും ആവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഒരു മനുഷ്യന്റെ നിസ്സഹായാവസ്ഥ നോക്കണേ. വേറെ ആളല്ല, വേറെ ആൾ ഉപദ്രവിക്കല്ല, സ്വയം വേദനിപ്പിക്കുക. എന്നാ സ്വയം വേദനിപ്പിക്കുന്നത് അവന് തടയാൻ പറ്റുന്നുണ്ടോ? എന്റെ ഒരു സുഹൃത്തിന്റെ ഞാൻ ഒരു പ്രോഗ്രാം കഴിഞ്ഞിട്ട് ഒരു ഭക്ഷണം കഴിക്കാൻ സുഹൃത്ത് പറഞ്ഞു നമുക്ക് വീട്ടിൽ പോലെ, ഞാൻ അയാൾ ആദ്യമായിട്ട് കാണട്ടോ. അയാളെ വീട്ടിൽ പോയി അപ്പൊ സാമാന്യം ഭേദപ്പെട്ട സാമ്പത്തിക ശേഷിയൊക്കെയുള്ള വലിയ നടുമുറ്റം, എന്താ പറയാ, കല്ല് വിരിച്ച മുറ്റമൊക്കെ ഉള്ള നല്ല വലിയ വീടാണ്. ആ വീടിന്റെ സിറ്റ് ഔട്ടിൽ ഇങ്ങനെ ഇരുന്നിട്ട് ഞാനും അദ്ദേഹം സംസാരിക്കവേ ഞാൻ അദ്ദേഹത്തോട് കുടുംബത്തെ പറ്റി ചോദിച്ചു, എന്തൊക്കെയാ കുടുംബം, മക്കളൊക്കെ. അപ്പൊ അദ്ദേഹം എന്നെ കൂട്ടിയിട്ട് പറഞ്ഞു മൗലവിയുടെ ഉള്ളിലേക്ക് വരും. ഞാൻ ചെന്നിട്ട് അദ്ദേഹം ഇങ്ങനെ ഒരു വാതിൽ അങ്ങനെ കുട്ടി. അപ്പൊ വാതിലിന്റെ ഉള്ളിൽ നിന്ന് ഇങ്ങനെ ഒരു കുറ്റി നീക്കുന്ന ശബ്ദം. വാതിൽ തുറന്നപ്പോ അതിന്റെ ഉള്ളിൽ ഒരു 10-60 വയസ്സുള്ള ഒരു സ്ത്രീ ഉണ്ട്. അത് ആ സ്ത്രീ ഇങ്ങനെ ഒരു സ്റ്റൂളിലിരിക്കാം. തൊട്ടടുത്ത് ഒരു കുട്ടിയുണ്ട്, ഒരു 10-14 വയസ്സ് നിൽക്കുന്ന ഒരു കുട്ടിയുണ്ട്, നിലത്ത് ഇങ്ങനെ ഇരിക്കുന്നത്. വേറെ ഒരു ഫർണിച്ചർ ഒന്നുമില്ല, കട്ടിലോ ഒന്നുമില്ലാത്ത റൂം. അങ്ങനെ നോക്കിയാൽ ഒരു ശൂന്യമായ റൂം. അപ്പൊ ഞാൻ ആ ഉമ്മയോട് സലാം പറഞ്ഞു. വളരെ നിർവികാരമായിട്ട്, മുഖത്തൊരു ഭാവമാറ്റമില്ലാതെ ഒരു മരം കൊണ്ട് നിർമ്മിച്ച മുഖം പോലെ ആ ഉമ്മ സലാം അടക്കി. അപ്പൊ ഞാൻ ആ മോന് സലാം പറഞ്ഞ് കൈ കൊടുത്തു. ഓൻ കൈ വാങ്ങിയില്ല, സലാം മടക്കിയില്ല. എന്റെ മുഖത്ത് ഇങ്ങനെ ഒരു സൂക്ഷിച്ച് നോക്കിയപ്പോൾ എനിക്ക് തോന്നിയ കുട്ടിക്ക് എന്തോ കുഴപ്പമുണ്ട്. ഞാനിങ്ങനെ പുറത്തിറങ്ങി, ഞാനും അയാളും പുറത്ത് വന്ന് സിറ്റ് ഔട്ടിൽ തന്നെ വന്നിരുന്ന്. അപ്പൊ അദ്ദേഹം പറഞ്ഞു എന്റെ മോനാണ്, എന്താ പ്രശ്നം? ഇവിടെ ഇങ്ങോട്ട് നിർത്തിയാല് ഈ ചുമർമ കൂടെ കയറും, ഇവിടെ നിർത്തിയാൽ അയ്മൺ കയറും, ഇവിടെ നിർത്തിയാൽ ഭീമകൂടൻ കയറും, അങ്ങോട്ട് മേലേക്കാണ് കയറുക. റോട്ടിക്ക് അങ്ങോട്ട് പോയാൽ എവിടെയാ ഓടുകയെന്ന് അറിയില്ല. മുറ്റത്തേക്കാണ് കയറിയാൽ മുറ്റത്തിന്റെ മതിൽമക്കൂടാണ് കയറും. അതുകൊണ്ട് ഡോക്ടർമാർ പറഞ്ഞേക്കാണ് 24 മണിക്കൂർ ശ്രദ്ധിച്ചോളുണ്ടോ, എവിടെ കണ്ണ് തെറ്റിയോ അവിടെ കുട്ടി ഇല്ലാതാവും. എന്നിട്ട് ഈ വല്യമ്മാന്റെ പണി മകനെ നോക്കല. അടച്ചിട്ട വാതിലിന്റെ ഉള്ളിൽ ഈ മകന്റെ അടുത്ത് അവരിങ്ങനെ ഒരാൾ ഓടിയാണ് കയറും. ചുമരുമ കൂടെ കയറും, ജനൽമ കയറും, എല്ലാം കയറും. അതുകൊണ്ടൊരു അവസ്ഥയാണ്. അപ്പൊ അതിന് കാവലിക്ക് വാപ്പ. ഒരു 6 മാസം കഴിഞ്ഞപ്പോ ഒരിക്കൽ അയാളെന്നെ വിളിച്ചു, ഉസ്താദേ മോൻ മരിച്ചിട്ടോ? അൽഹംദുലില്ലാ. ഒരു ബാപ്പാക്ക് അങ്ങനെ പറയണമെങ്കിൽ ആ ബാപ്പ എങ്ങനെയൊക്കെ മകനെ വളർത്തി. അപ്പൊ എന്ത് സംഭവിച്ചാല് ഈ വല്യമ്മാന്റെ കണ്ണ് വെട്ടിച്ച് മുറ്റത്തേക്ക് എറിയ മകൻ ഒരു വലിയ ഒരു മാവുണ്ട് മുറ്റത്ത്, അതിമ പാഞ്ഞു കയറിയിട്ട് അതിന്റെ മേലെ നിന്ന് താഴെ വീണു, തല കല്ലിലടിച്ച് മരിച്ചു. അപ്പൊ ആ കുട്ടിയുടെ അവസ്ഥ നോക്കാൻ നിങ്ങൾ, അതാണ് ആജിസ്. ഈ ലോകത്തെ ഏറ്റവും ദുർബലനായ മനുഷ്യൻ. ആരാണ് ദുർബലനായ മനുഷ്യന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് കേൾക്കുമ്പോഴല്ലോ നെഞ്ചത്തൊരു മുടിപ്പ, ഒരു പേടി. എന്താ നിങ്ങള്, ആരാണ് ആളുകൾ? ഒരു കാര്യം തെറ്റാണ്, അതിന് ക്രൂരമായ ശിക്ഷയുണ്ട് എന്നറിഞ്ഞിട്ടും അതിൽ നിന്ന് മാറി നിൽക്കാൻ പറ്റാതിരിക്കുകയും ആ തെറ്റ് ആവർത്തിച്ചു കൊണ്ടിരിക്കുകയും ചെയ്യുമ്പോഴും അവന്റെ മനസ്സിലൊരു വല്ലാത്ത ഒരു തോന്നൽ, അപകടകരമായ തോന്നൽ. എന്നറിയോ, സംഗതിയൊക്കെ തെറ്റാണ്, കുഴപ്പമില്ല, പക്ഷെ ഇതിന്റെ പേരിലൊന്നും പടച്ചോ എന്നെ ശിക്ഷിക്കൂല. ഇന്നപ്പോ പടച്ചോ നരകത്ത് വിട്ടാല് ഈ നാട്ടിൽ നിന്ന് ആരാ പിന്നെ സ്വർഗത്തേക്ക് ഉണ്ടാകുക? അതുകൊണ്ട് സംഗതി തെറ്റാണ്, പക്ഷെ ഞാൻ ഇത് ചെയ്യുന്നോണ്ട് കുഴപ്പമുണ്ടാവില്ല, എനിക്ക് ശിക്ഷ ഒന്നും ഉണ്ടാവില്ല, എനിക്കിത് ചെയ്തുകൊണ്ടിരിക്കാം, എനിക്കിത് പ്രശ്നം ഉണ്ടാവില്ല. അതായത് നമ്മളെ തന്നെ നശിപ്പിക്കുന്നതാണ് എന്ന് സമ്പൂർണമായ ബോധ്യം ഉണ്ടായിട്ടുണ്ട്. അതിൽ നിന്ന് മാറി നിൽക്കാതെ പിന്നെയും പൈശാചികമായ പ്രേരണയിൽപ്പെട്ട് ആ തെറ്റങ്ങനെ ആവർത്തിച്ചു ചെയ്യുന്ന വ്യക്തി ഉണ്ടല്ലോ, അവനാണ് ലോകത്തിലെ ഏറ്റവും ദുർബലനായ മനുഷ്യൻ. ഞാൻ ഈ പറഞ്ഞ കുട്ടിയും ഈ മനുഷ്യനും തമ്മിലൊരു ബന്ധം നിങ്ങൾക്ക് മനസ്സുകൊണ്ട് സങ്കല്പിക്കാൻ പറ്റുന്നുണ്ടോ? അപകടമാണെന്ന് അറിഞ്ഞിട്ടും തിരിച്ചു കയറാൻ കഴിയാതെ. എന്നാലോ ഒരു തെറ്റ് നമ്മൾ ചെയ്താലേ ആ തെറ്റില് ഒരു കുറ്റബോധം ഉണ്ടെങ്കിൽ പടച്ചോനെ ഓർക്കണം. പക്ഷെ ചിലത് അങ്ങനെയല്ല, ചില തെറ്റിന് കുറ്റബോധം ഉണ്ടാവില്ല. കാരണം അത് തെറ്റായിട്ട് പോലും തോന്നൂല, കാരണം അത്രമേൽ ആവർത്തിച്ച് അത് ജീവിതത്തിന്റെ ഭാഗമായി മാറിയാള്. അപ്പൊ പിശാച് സാരല്ല, അതിലും വലിയ തെറ്റ് പോലെ ചെയ്യുന്നില്ലേ, ഇവർ ചെയ്യുന്നില്ലേ, അവിടെ അല്ലേ, അമേരിക്കയിലില്ലേ, ഇവിടെ അല്ലേ, അതിന്റെ പേരിലൊന്നും പടച്ചോൻ ശിക്ഷിക്കൂല. അങ്ങനെയൊക്കെ ശിക്ഷിക്കുകയാണെങ്കിൽ ഈ ലോകത്ത് ആരപ്പം ബാക്കി ഉണ്ടാവുക എന്ന ഒരു അപകടത്തിന്റെ മന്ത്രം മനസ്സിൽ കൊത്തിവെച്ച് അതിന്റെ പിന്നാലെ പോകുന്ന മനുഷ്യനാണ് ഭൂമിയിലെ ഏറ്റവും ദുർബലനായ മനുഷ്യൻ. ഇനി നമ്മൾ ആലോചിക്കുക,
നമ്മൾ ബുദ്ധിയുള്ളവരുടെ കൂട്ടത്തിലാണോ അതല്ല മേൽ പറയപ്പെട്ട ഈ വിഭാഗത്തിലാണോ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് പഠിപ്പിക്കുന്ന ഒരു പാഠമുണ്ട്. യാ അയ്യുഹന്നാസ്, മനുഷ്യരെ, വിവരമുള്ളവനും ഇല്ലാത്തവനും പണമുള്ളവനും ഇല്ലാത്തവനും എല്ലാവരും പെടുന്ന ഒരു വാക്കാണ് യാ അയ്യുഹന്നാസ്, മനുഷ്യരെ, തൂബു ഇലല്ലാഹ്, തൂബു ഇലല്ലാഹ്, നിങ്ങൾ അള്ളാഹുവിലേക്ക് ചെയ്ത തെറ്റുകൾ ഏറ്റുപറഞ്ഞ് സങ്കടപ്പെട്ട് നിങ്ങൾ തൗബ ചെയ്യണം കേട്ടോ. ഒരു തെറ്റ് പോലും ബാക്കിയാക്കി ഈ ലോകത്ത് ബാക്കിയാക്കി പോകരുത് കേട്ടോ. റസൂൽ പറയണേ, ഇന്നി അതൂബു ഫിൽ യൗമി അക്സറു മിൻ മിഅതി മറ. ഇന്നി, ഞാൻ, ആരാണ് ഞാൻ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇന്നി അതൂബു, ഞാൻ തൗബ ചെയ്യാറുണ്ട്, ഫിൽ യൗമി, ഓരോ ദിവസത്തിലും, അക്സറു മിൻ മിഅതി മറ, മോർ ദാൻ 100 ടൈംസ്, 100-ലേറെ വട്ടം. 24 മണിക്കൂറുള്ള ഒരു ദിവസത്തിലെ 100-ലേറെ വട്ടം ഒരാള് പടച്ചോനെ വല്ലതും പറ്റിയ പൊറുക്കണം കേട്ടോ, ബാക്കി വെക്കരുത് കേട്ടോ എന്ന് പറയുന്നുണ്ടെങ്കിലേ ആ ബാക്കിയാകാതെ പോകുന്നതിന്റെ ഗൗരവത്തിലേറെങ്ങള്. മദീനത്തെ പള്ളിയുടെ മിമ്പറിൽ കയറി നിന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയണേ, ഇപ്പോൾ സംസാരിക്കുന്നത് അബ്ദുള്ളയുടെ മകൻ മുഹമ്മദാണ്. അള്ളാഹ് റസൂലാന്ന് പറഞ്ഞിട്ട് ആരും അങ്ങനെ വല്ലാതെ ബഹുമാനത്തിൽ നിൽക്കണ്ട. ഇപ്പൊ സംസാരിക്കുന്ന ആരാണ്? അബ്ദുള്ളയുടെ മകൻ മുഹമ്മദാണ്. ആരെങ്കിലും ശാരീരികമായി എന്തെങ്കിലും തരത്തിൽ ഞാൻ വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളത് പകരം വിട്ടണം. അതുമായിട്ട് എന്നെ അള്ളാന്റെ കോടതിയിലേക്ക് വിടരുത്. ആരെങ്കിലും ഞാൻ വേദനിപ്പിച്ചിട്ടുണ്ടോ? ഒരു മറുപടി ഇല്ല. സൂചി വീണാൽ കേൾക്കും നിശബ്ദത. തന്റെ കുപ്പായ മൂരി മിമ്പറും അങ്ങനെ വെച്ചിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം രണ്ടാമത്തെ വാക്ക്, ആർക്കെങ്കിലും എന്തെങ്കിലും സാമ്പത്തികമായിട്ട് തരാണ്ട്, ഒരു ഉറുപ്പിക, ഒരു റിയാല്, ഒരു നയ പൈസ ആർക്കെങ്കിലും വാങ്ങിയിട്ട് ഞാൻ തരാൻ ബാക്കിയുണ്ടോ? ആരെങ്കിലും ഉണ്ടെങ്കിൽ പറയണം കേട്ടോ. നിശബ്ദത. പിന്നെ ആവർത്തിക്കണ്ടോ? അപ്പൊ ഒരാൾ പറഞ്ഞു, എനിക്ക് ഇത്ര തരാണ്ട്. ഉടനെ വീട്ടിൽ പോയിട്ട് കൊടുത്തു കൊടുക്കുക. അപ്പൊ എല്ലാവരും അയാളെ മുഖത്തേക്ക് നോക്കി, നിങ്ങൾ എന്തിനാ അത് വാങ്ങിയത്? അയാൾ പറഞ്ഞു, എന്റെ ഹബീബ് ഒരു കടക്കാരനായിട്ട് അള്ളാന്റെ മുമ്പിലേക്ക് പോകാതിരിക്കാൻ. അപ്പോ നമ്മുടെ ജീവിതത്തെ നമ്മൾ ഈ വിഷയത്തെ ക്ലിയർ ആക്കണം. നിങ്ങളൊക്കെ ഫ്ലൈറ്റിൽ വെച്ചൊക്കെ മീഖാത്തിൽ വെച്ച് ഇഹ്റാമിൽ പ്രവേശിച്ച ഉടനെ നമ്മളൊക്കെ പറഞ്ഞ ആ വാക്ക് കൂർമല്ലേ, ലബ്ബൈക്ക് അല്ലാഹുമ്മ ലബ്ബൈക്ക്. എന്താ ലബ്ബൈക്ക് എന്ന വാക്കിന്റെ അർത്ഥം നിങ്ങൾക്ക്? ലബ്ബൈക്ക്, ലബ്ബൈക്ക് അല്ലേ? നമ്മളൊക്കെ സ്കൂളിൽ പേര് വിളിച്ചപ്പോ അല്ലേ, അബ്ദുള്ള കുട്ടി എന്ന് വിളിച്ചപ്പോ എന്താ പറഞ്ഞേ? ആജർ സർ എന്ന് പറഞ്ഞു. പിന്നെ സ്കൂളിന്റെ അതൊന്നും കൂടി ഉയർന്നപ്പോ എന്തായി? പ്രസന്റ് സർ എന്നൊക്കെ ആയില്ലേ? അറബിയിൽ ഇപ്പൊ സൗദി അറേബ്യയിലെ സ്കൂൾ ഉണ്ടെങ്കിൽ ആ സ്കൂളിൽ കുട്ടിന്റെ പേര് വിളിക്കുമ്പോ ആ കുട്ടി പറയുന്ന ഒരു ഉത്തരമാണെന്ത്? ലബ്ബൈക്ക്. എന്തായാലും അർത്ഥം, ഞാൻ വന്നിക്കണ്, ഞാൻ ഇവിടെ ഉണ്ട്, ഞാൻ ഇതാ വരുന്നുണ്ട്, ഇതാ വന്നിക്കണേ, അതാണ് ലബ്ബൈക്ക്. ഇവിടെ അള്ള ഒരു പേര് വിളിച്ചിട്ടുണ്ട്. വിളിച്ചിട്ട് നമ്മൾ വന്നേ. എന്തിനാ പേര് വിളിച്ചേ? സൗദി അറേബ്യ നോക്കി കാണാനോ, ഇവിടെ ഒന്നായിട്ട് നമുക്ക് ആസ്വദിക്കാനോ, ഇവിടെ അങ്ങനെ എന്തൊക്കെയോ ആക്കാനോ? എന്തിനാ അള്ള പേര് വിളിച്ചത്? അള്ള പേര് വിളിച്ചത് കുറച്ചാളുകളെ സകല പാപങ്ങളും പുറത്ത് അവരെ സ്വർഗത്തിലേക്ക് അങ്ങോട്ട് ആക്കാൻ അള്ളാഹു തആല പേര് വിളിക്കുന്നുണ്ട്. പടച്ചോനെ, ആ കൂട്ടത്തിൽ ഇതാ ഞാനും വരുന്നുണ്ട് കേട്ടോ. കുട്ടികൾ പെരിയിലാണ്, നോക്കാൻ ആളില്ല, ഇടങ്ങേറുണ്ട്, രോഗമുണ്ട്, പ്രയാസമുണ്ട്, ബിസിനസിന്റെ തിരക്കുണ്ട്, ഒരുപാട് സാമ്പത്തിക ടെൻഷൻ ഉണ്ട്, ഇടങ്ങേറിന്റെ ഇടക്ക് കാലുവേദന ഉണ്ട്, മുട്ടുവേദന ഉണ്ട്, പുറം വേദന ഉണ്ട്, സങ്കടം, ഇടങ്ങേറുണ്ട്. റബ്ബേ, അതൊക്കെ വിട്ടിട്ട് ഞാത്ത വരുന്നു പഠിച്ചോനെ, ഓടി വരിക. പഠിച്ചോനെ, ഞാത്ത വരുന്നിട്ടോ. എന്തിനറിയോ? ആ പട്ടികയില് നമ്മളെ പേരുണ്ടാവും. ഏത് പട്ടികയില്? ആ സ്വർഗത്തിലേക്ക് പടച്ച റബ്ബ് എഴുതുന്ന ആ പട്ടികയിൽ നമ്മളെ പേരുണ്ടാവണം. അതിന് മടി മാത്രം വന്നാ, അല്ലാതെ പേരിന്റെ കൂടെ ഹാജിന്ന് ചേർത്തിട്ട് നാളെ വീട്ടിൽ ചെല്ലുമ്പോ മമ്മദ് ഹാജിന്ന് വിളിക്കാൻ നമുക്കൊരു കൊതിയില്ല. നമ്മൾ ജീവിതം ആസ്വദിക്കാൻ ഇതിലേറെ സുന്ദരമായ രാജ്യങ്ങളും ഇടങ്ങളും ഇല്ല, അറിയാത്തവരല്ലല്ലോ നമ്മൾ എന്തിനാ വന്നത്? ഇബ്രാഹിം നബിയോട് അള്ളാഹ് പറഞ്ഞ, വിളിക്ക് ഇബ്രാഹിമേ, അവർ വരും. എങ്ങനെ വരിക? റിജാലൻ, നടന്നു വരും അവർ. മെലിഞ്ഞൊട്ടിയ വയറൊക്കെ ഒട്ടി വാരിയല്ലുകളൊക്കെ പുറത്തേക്ക് കാണുന്ന ആ വെറും എല്ലും തോലുമായ ഒട്ടകണ്ടല്ലോ, ആ ഒട്ടകപ്പുറത്ത് അവർ വരും. ഈ കരിമ്പാറകൾ കാവൽ നിൽക്കുന്ന മക്കനെന്ന് നോക്കണ്ടി, ഈ ബിൽഡിംഗ് ഇല്ലാത്ത മക്കനെന്ന് സങ്കല്പിച്ച് നോക്കണ്ടി. ആ കരിമ്പാറകൾ കാവൽ നിൽക്കുന്ന മലനിരകൾക്കിടയിലൂടെ ദുർഘടമായ മലമ്പാതകൾ താണ്ടി കാലിൽ ചോരയൊലിച്ച് അവർ വരും. എന്തിനാ വരുന്നേ? സ്വർഗം. നരകത്തിലേക്ക് പോകരുത്,
അള്ളാഹുവിന്റെ ശിക്ഷ ഇന്ന അദാബി ലശദീദ്, കഠിനാട്ടോ. ആ കഠിനമായ ശിക്ഷയിൽ പെട്ടുപോകാതിരിക്കാനുള്ള നമ്മുടെ മനസ്സിന്റെ കൊതിയാണ് നമ്മളവിടെ എത്തിച്ചത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഇവിടെ നമ്മുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടാവേണ്ടത് അള്ളാഹു തആല വാക്ക് നിൽക്കുന്നത്. എന്താ വാക്ക്? ആരെങ്കിലും സ്വീകാര്യമായ, മഖ്ബൂലായ, മബ്റൂർ, നന്മകൾ മാത്രമുള്ള, വേണ്ടാത്ത ഒരു വാക്കോ പ്രവൃത്തിയോ ഒരു തർക്കമോ വിദ്വേഷമോ തെറികളോ ചീത്തയോ ഒന്നുമില്ലാത്ത ഒരു ഹജ്ജ് ഒരാൾ ചെയ്താൽ എന്താർത്ഥം? ലൈസ ലഹു ജസാഉൻ ഇല്ലൽ ജന്ന, സ്വർഗ്ഗമല്ലാതെ അവന് കൂലില്ല. ഈ സ്വർഗ്ഗേ നമുക്ക് വാങ്ങിത്തരാനേ വേറെ ഒരാളെ കൊണ്ടും കഴിയില്ല. റസൂലുള്ളാഹിക്ക് ഒരുപാട് ആഗ്രഹം ഉണ്ടായിരുന്നു അബൂ താലിബിനെ ഒന്ന് സ്വർഗത്തിലേക്ക് കൂട്ടാൻ, നടന്നിട്ടില്ല. ഇബ്രാഹിം നബിക്ക് ഒരുപാട് കൊതി ഉണ്ടായിരുന്നു തന്റെ ബാപ്പാനെ ഒന്ന് കൂട്ടാൻ, നടന്നിട്ടില്ല. നൂഹ് നബിക്ക് വലിയ ആഗ്രഹം ഉണ്ടായിരുന്നു തന്റെ മകനെ ഒന്ന് കൂടെ കൂട്ടാൻ, പറ്റിയിട്ടില്ല. ലൂത്ത് നബിക്ക് ഒരുപാട് ഇഷ്ടം ഉണ്ടായിരുന്നു തന്റെ ഭാര്യയെ ഒന്ന് കൂടെ നിർത്താൻ, പറ്റിയിട്ടില്ല. ഇത് നമുക്ക് ഒറ്റക്ക് കിട്ടുന്ന അങ്ങനെയാണ്. ഒറ്റക്ക് ഈ കൂട്ടത്തിലുണ്ടല്ലോ, ഇന്ന സ്വർഗത്തിലാക്കാൻ നിങ്ങൾ എല്ലാവരും വിചാരിച്ചു നടക്കൂല. ഞാൻ തന്നെ ശ്രമിക്കണം. അതുകൊണ്ട് ഒരാൾക്ക് വേണ്ടി കാത്തിക്കണ്ട. ഓലുണ്ടോ, ഇവരുണ്ടോ, മറ്റോരുണ്ടോ, ഓല് പോകുകയാണെങ്കിൽ ഞാനും പോകുക, ഇവര് വരികയാണെങ്കിൽ ഞാനും വരാം. ആർക്ക് വേണ്ടിയും കാത്തിക്കണ്ട. അള്ളാഹുവിന്റെ മുമ്പിലേക്കുള്ള യാത്രയിലെ നമ്മൾ ഒറ്റക്കാണ്. ഇതിങ്ങനെ കുറച്ചു കാലം ഇവിടെ വന്നപ്പോ അങ്ങനെ കൂടെ ചിരിക്കാൻ കുറച്ച് ആൾക്കാർ, ഇത് ഈ ശ്വാസം ഇവിടെ ഉണ്ട്. ഞങ്ങൾ 2 കൊല്ലം മുമ്പ് ഇതേ ഹോട്ടലിൽ ഞാൻ ക്ലാസ് എടുക്കുമ്പോ എന്റെ ക്ലാസ് കേട്ടിരുന്ന വ്യക്തി ഉച്ച കഴിഞ്ഞ് അസർ നിസ്കാരത്തിന് നിസ്കരിക്കാൻ പോകാൻ വേണ്ടി കൂടുള്ള ആൾ ഒന്നു കൊടുക്കാൻ വേണ്ടി വാതിൽ തുറക്കുന്നില്ല. കൊട്ടി തുറന്നപ്പണ്ട് ആ വാതിലിന്റെ ഇടയിൽ ഇങ്ങനെ തളർന്നു വീണ് കിടക്കണം. ആ മയ്യത്തുമായിട്ട് ഞങ്ങൾ പോയി. 20 കിലോമീറ്റർ അപ്പുറത്ത് ഒരു ഖബർസ്ഥാനിൽ ആ മയ്യത്ത് മറവ് ചെയ്തു. അതുവരെ ഈ ക്ലാസ്സിൽ ഞങ്ങളുടെ കൂടെ ഇരുന്ന ആള് ആ മണിക്കൂർ മുതൽ അയാൾ ഒറ്റക്ക. കുടുംബുണ്ടോ? ബോംബെയിലാണ്, മക്കളൊക്കെ അവിടെ ഉണ്ട്. പക്ഷെ ഈ മരുഭൂമിയിൽ വെട്ടിയുണ്ടാക്കിയ കുഴിയിൽ അയാൾ ഒറ്റക്കായി. ഇനിയുള്ള യാത്രയിലൊക്കെ അയാൾ മാത്രമല്ല നമ്മളൊക്കെ ഒറ്റക്കാവും. ആ ഒറ്റക്കുള്ള യാത്രയിൽ നമ്മൾ ഒറ്റപ്പെട്ടു പോകാതിരിക്കാൻ നമ്മുടെ ജീവിതത്തെ നന്മകൾ കൊണ്ട്, വാക്കിലും പ്രവൃത്തിയിലും നന്മകൾ കൊണ്ട് സമ്പന്നമാക്കുക. നമ്മൾ എത്തിപ്പെട്ടിരിക്കുന്നത് അപാരമായ സൗകര്യമുള്ള ഈ ആഗ്രഹം നിറവേറ്റാൻ. ഏതാഗ്രഹം? പാപങ്ങൾ പൊറുത്ത് സ്വർഗത്തിലെത്തണമെന്ന ആഗ്രഹം നിറവേറ്റാൻ ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ കിട്ടുന്ന ഏറ്റവും വലിയ സന്ദർഭം, സ്ഥലം, സാഹചര്യം, സമയം ദുൽഹജ്ജ് 1 മുതൽ 10. ഈ ലോകത്തിലെ 365 ദിവസങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും ശ്രേഷ്ഠമായ ദിവസങ്ങൾ ഏതാണ് എന്ന ചോദ്യത്തിന് 2 ഉത്തരമുണ്ട്. ഒന്ന് റമദാനിന്റെ അവസാനത്തെ 10ആണ്, 2 ദുൽഹജ്ജിലെ ആദ്യത്തെ 10ആണ്. ഈ 2 വിഷയം മുമ്പിൽ വെച്ച് പണ്ഡിതന്മാർ ചർച്ച ചെയ്തു. ഏതാണ് കൂടുതൽ ശ്രേഷ്ഠം? എന്താ മറുപടി വന്നത്? രാത്രിയുടെ കാര്യത്തിൽ റമദാനാണ്, പകലിന്റെ കാര്യത്തിൽ ദുൽഹജ്ജാണ്. കാരണം അറഫ പകലാണ്, ഹജ്ജ് പകലാണ്. അതുകൊണ്ട് പകലിന്റെ കാര്യത്തിൽ ആ ശ്രേഷ്ഠമായ ദിവസം ഏതാ? സ്ഥലം? അള്ളാഹുവിനെ മാത്രം ആരാധിക്കാൻ ലോകത്തിലെ 1ാമത്തെ പള്ളി ഉണ്ടാക്കാൻ അള്ളാഹു തെരഞ്ഞെടുത്ത 1000കണക്കിന് ഏക്കർ വിശാലമായ ഭൂമിയിലെ ഏറ്റവും ധന്യമായ സ്ഥലം ഏതാണ്? നീതെ കർമ്മം ഏതാണ്? ഹജ്ജാണ്. ഒരു ഹജ്ജ് റബ്ബ് സ്വീകരിച്ചാൽ ആ ഹജ്ജ് ചെയ്ത വ്യക്തി മടങ്ങിപ്പോകുന്നത് എങ്ങനെയാണ്? അവന്റെ ഉമ്മ അവനെ പ്രസവിച്ച ദിവസം പോലെ. എന്തല്ലേ? ഒന്നും കണ്ടിട്ടില്ല, വേണ്ടാത്തത് ഒന്നും കേട്ടിട്ടില്ല, ഒന്നും പറഞ്ഞിട്ടില്ല, അത്രയും നിഷ്കളങ്കമായിട്ടാണ് പോകപ്പെടുന്നത്. ഇതാണ് പോകുമ്പോഴേ സകല പാപങ്ങളും ആ അറഫയുടെ വിശാലമായ മണൽപ്പരമ്പില് അന്നത്തെ മഗ്‌രിബ് ബാങ്ക് കൊടുക്കും മുമ്പ് സകല പാപത്തിന്റെ ഭാണ്ഡക്കെട്ടുകളെയും വലിച്ചെറിഞ്ഞിട്ട് ഭാരം കുറഞ്ഞ മനസ്സുമായിട്ട് കരഞ്ഞു ചുവന്ന കണ്ണുമായിട്ട് നമുക്ക് നമ്മുടെ മക്കളെയും കുടുംബത്തെയും ചേർത്ത് പിടിക്കാൻ അവർക്ക് മുമ്പിലേക്ക് പോകണം. അതിനാവണം ഈ യാത്ര, അതിനാവണം നമ്മുടെ പ്രവർത്തനം, അതിനാവണം ഒരുക്കം. അല്ലാഹു തആല നമ്മളെ അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹു തആല പറഞ്ഞതുപോലെ സ്വർഗം പ്രതിഫലം ലഭിക്കുന്ന സ്വീകാര്യമായ ഹജ്ജ് നിർവഹിക്കാൻ അല്ലാഹു നമുക്ക് എല്ലാവർക്കും തൗഫീക്ക് നൽകുമാറാവട്ടെ. അറിവ് കേടുകൊണ്ടും വിവരക്കേടുകൊണ്ടുമൊക്കെ, നമ്മുടെ കഴിവ് കേടുകൊണ്ടും നമ്മുടെ വിവേകമില്ലായ്മ കൊണ്ടുമൊക്കെ ജീവിതത്തിൽ സംഭവിച്ചു പോകുന്ന എല്ലാ അബദ്ധങ്ങളിൽ നിന്നും റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്കെല്ലാം വിട്ടുപുറത്ത് മാപ്പാക്കി തരുമാറാവട്ടെ. അല്ലാഹുവിന്റെ കാരുണ്യത്തിലാണ് നമ്മുടെ പ്രതീക്ഷ മുഴുവനും. അള്ളാഹുവിന്റെ കാരുണ്യം വളരെ വലുതാണ്. ആ കാരുണ്യം കൊണ്ട് രക്ഷപ്പെടുമെന്ന പ്രതീക്ഷ മാത്രമാണ് നമ്മുടെ നെഞ്ചിന്റെ ഉള്ളിൽ. ആ കാരുണ്യം കൊണ്ട് അള്ളാഹു നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ കർമ്മങ്ങളൊക്കെ റബ്ബ് സ്വീകരിക്കുമാറാവട്ടെ. അത് ഭംഗിയായി പൂർത്തിയാക്കാനുള്ള ആയുസ്സും ആരോഗ്യവും ആഫിയത്തും അള്ളാഹു നമുക്ക് എല്ലാവർക്കും പ്രദാനം ചെയ്യുമാറാവട്ടെ. നമ്മളെയൊക്കെ ഈ രൂപത്തിലേക്ക് വളർത്തി വലുതാക്കി കൊണ്ടുവന്ന നമ്മുടെ മാതാപിതാക്കൾക്ക് അള്ളാഹു അർഹമായ പ്രതിഫലം നൽകുമാറാവട്ടെ. അവരുടെ കൂട്ടത്തിൽ നിന്ന് മരണപ്പെട്ടു പോയവർക്കൊക്കെ അള്ളാഹു
മഗ്ഫിറത്തും മർഹമത്തും പ്രദാനം ചെയ്യട്ടെ. ജീവിച്ചിരിക്കുന്ന മാതാപിതാക്കളെ പൊന്നുപോലെ നോക്കുന്ന മക്കളാവാൻ അള്ളാഹു നമുക്ക് അവസരം നൽകുമാറാവട്ടെ. നമ്മുടെ മക്കളൊക്കെ ജീവിക്കുന്നത് വളരെ അപകടകരമായ അവസ്ഥകളിലാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളെ സ്നേഹിക്കുന്ന, നമ്മളെ ആദരിക്കുന്ന, നമ്മളോട് കരുണ കാണിക്കുന്ന, നമ്മൾ തളർന്നു പോകുമ്പോൾ നമുക്ക് താങ്ങാവുന്ന, നമ്മൾ മരിച്ചുപോയാൽ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന സ്വാലിഹായ മക്കളായി നമ്മുടെ മക്കളെ അല്ലാഹു വളർത്തി വലുതാക്കി തരുമാറാവട്ടെ. ഈ പുണ്യഭൂമിയിലേക്ക് പുറപ്പെടുന്നു എന്നറിയുമ്പോൾ കൈപിടിച്ചും കെട്ടിപ്പിടിച്ചും സങ്കടത്തോടുകൂടിയും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞ ഒരുപാട് ആളുകൾ അള്ളാഹു അവരുടെ എല്ലാ നല്ല ഉദ്ദേശങ്ങളും പൂർത്തിയാക്കി കൊടുക്കുമാറാവട്ടെ. അവർ അനുഭവിക്കുന്ന രോഗം, പ്രയാസം, സാമ്പത്തികം, എല്ലാ ബുദ്ധിമുട്ടുകളിൽ നിന്നും അള്ളാഹു അവർക്ക് മോചനം നൽകുമാറാവട്ടെ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. വസല്ലല്ലാഹു അലാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.